നിന്നെ പൂട്ടാനുള്ള സ്ഥലം ഞാൻ ഒരുക്കി കഴിഞ്ഞു സുധി. ഇനി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ തുടങ്ങുകയാണ്. ഞാൻ നിനക്ക് തന്ന കാശ് ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ജോലി ഏറ്റെടുക്കുള്ളൂ. നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. താങ്കൾ പരിചയമുള്ള ഒരാളായി ഈ നമ്പർ തന്നത്. എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഇനി എന്നെ എന്തെങ്കിലും വിളിച്ചേ പറ്റും നിർബന്ധമാണെങ്കിൽ മാഡം എന്ന് വിളിക്കാം. നിങ്ങളെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. എന്നെ പോലുള്ളവരെ കൊണ്ട് എന്താവശ്യമാണെന്ന് ഊഹിക്കാം. അതിന് തന്നെ ആയിരിക്കുമല്ലോ മാഡം വിളിക്കുന്നത്. അതെ, അതിന് എത്ര പണം ചെലവായാലും കുഴപ്പമില്ല. കൊട്ടേഷൻ എന്താണെന്ന് പറയണം മാഡം. അതറിഞ്ഞാലേ എമൗണ്ട് പറയാൻ പറ്റൂ. അത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് നേരിട്ട് സംസാരിക്കാം. നിങ്ങൾ ഉടനെ തന്നെ വെൺപാലം മുക്കിലെത്തുക. അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ കൃത്യസ്ഥലം പറഞ്ഞുതരാം. അയ്യോ മാഡം, ഞാനും എന്റെ ആൾക്കാരും കുറച്ച് ജോലി തിരക്കില്ല. ഉടനെ വന്ന് കാണാനൊന്നും പറ്റില്ല. ശരി, എപ്പോ നിങ്ങൾ ഫ്രീ ആകും? രാത്രിയാവും മാഡം. ഓക്കെ, ഫ്രീ ആയാൽ ഉടനെ എന്നെ വിളിക്കും. നമുക്ക് ഇന്ന് തന്നെ കാണണം. കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. എല്ലാം സെറ്റാണെങ്കിൽ നാളെ തന്നെ നടത്താം. ശരി, ഞാൻ രണ്ടും കൽപ്പിച്ച സുധി. വെറും കൈയോടെ മടങ്ങുന്ന പ്രതീക്ഷിക്കേ വേണ്ട. എന്റെ കാശ് നിന്റെ കൈ ഞാൻ തിരിച്ചു വാങ്ങിയിരിക്കും. മോളെ ഉറക്കായിരുന്നല്ലേ? ചായ കുടിക്കേ. അയ്യോ വേണ്ടായിരുന്നു അച്ഛാ. കുടിക്കേ, കുറച്ച് ചൂടുണ്ടേ. ഇവിടെ എല്ലാം ഓടിച്ചാടി നടന്നിരുന്നല്ലേ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ബോറടിക്കണ്ടാവല്ലേ? പിന്നല്ലാതെ. മോളുടെ അമ്മ നേരം പോയാനെ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് മോളെ ചൊറി വരുന്നല്ലോ അവള്. ആ അച്ഛൻ എന്തോ തമാശ പൊട്ടിച്ചു അല്ലേ? ആ ചൊരി കൂടെ പറഞ്ഞേ, ഞാൻ കൂടി കേക്കട്ടെ. നീ അങ്ങനെ കേക്കണ്ട. ഞാൻ കരുതി ഇന്നും നീ ഇത് വാങ്ങിക്കില്ലാന്നോ. വാങ്ങിച്ചല്ലോ, സന്തോഷേ. രേവതിക്ക് നീ ബോറടിക്കില്ല. ഇതിലൂരിട്ടിക്കൊണ്ട് കറങ്ങാലോ ഇവിടെയൊക്കെ. ഇവിടെ ഇതിലെത്തി തള്ളിക്കൊണ്ട് നടന്ന അച്ഛന്റെ ബോറടി മാറുമല്ലോ. രേവതി വാ, ഇതിലിരിക്കും. മോളെ എന്തായി കാണിക്കുന്നേ? അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാൻ പാടില്ല. വീണ് പോകുമ്പോള് ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ സ്വയം തള്ളിക്കൊണ്ട് പോരുത്. ഇനിയിപ്പോ ഇതേ ഇരുന്നിട്ട് പോയിട്ടല്ലോ. സച്ചേട്ടാ, പൂ കൊണ്ടുവരുന്ന ചേച്ചിയോടൊന്ന് പറയണം കേട്ടോ. അച്ഛാ